ഗൗരിച്ചി വാ, ഏട്ടൻ വന്ന് അങ്ങോട്ട് പോവാം. അയ്യോ എനിക്ക് പേടിയാണ്, ഞാൻ പിന്നെ വരാം. നിങ്ങൾ ആദ്യം സംസാരിക്കേ. അയ്യോ ചേച്ചി വാന്ന്. നീ പോയി സംസാരിക്ക് പ്ലീസ്, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? 10 വർഷമായിട്ട് ആ മുതൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇപ്പൊ ഓടിപ്പോകുന്നു. എനിക്ക് വയ്യ. അമ്മ. ഓ, അപ്പൊ എൻ്റെ മോൻ ജീവനോട് ഉണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ ഒരു കത്ത് പിശുക്ക് എഴുതുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്നിലും ഞാനത് കണ്ടു. നിന്നെക്കുറിച്ച് അറിയാനും നിന്റെ വിവരങ്ങൾ അന്വേഷിക്കാനും കൂടിയാ അമ്മ ഈ നിരന്തരം കത്തെഴുതുന്നത്. എന്നിട്ട് അതിലൊന്നോ രണ്ടോ വാക്കോ ഒതുക്കി അവരിങ്ങോട്ട് അയക്കും. അതില് ഈ അമ്മയ്ക്ക് എന്ത് സന്തോഷം കിട്ടുന്ന? അത് അമ്മ, ഞാൻ നിന്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണോ നീ ഒഴിഞ്ഞു മാറി പോകുന്നത്? നിനക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ അമ്മ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്? അതൊന്നും നീ അറിയുന്നില്ലല്ലോ. ഒയ്യോ എന്റെ ലക്ഷ്മിക്കുട്ടി, ഇനി കരയണ്ട. ഇനി നിങ്ങ പറയുന്ന പോലെ ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട്. ശരിക്കുവാണോ? അതേന്ന്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് അംഗീകരിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രം ഈ കല്യാണം നടക്കും. അതപ്പോഴത്തെ കാര്യമല്ലേ. നീ അകത്തേക്ക് കയറുക. അല്ല, ഈ മോനേതാ? ഇതാണമ്മ ബദ്രി, എന്റെ കൂട്ടുകാരൻ. അവിടെ എന്നെ മനസ്സിലാക്കിയത്, എന്നെ അറിഞ്ഞതും ഇവൻ മാത്രമാണ്. ആഹാ, എന്നാ കുഞ്ഞും കയറി വാ. മോന്റെ വീട് എവിടെയാ? അത് അമ്മ നല്ല വിശപ്പുണ്ട്. അമ്മ ഭക്ഷണം എടുത്തേക്ക്. കുറെ നേരമല്ലേ യാത്ര ചെയ്യുന്നു. ഇനി അകത്ത് കയറിയിട്ടാവും ബാക്കി സംസാരಕ್ಕೆ. ഓ അത് ശരിയാ, മക്കൾ അകത്തേക്ക് കയറ്. അല്ല ഗൗരി എന്തേ? ഗൗരിയേച്ചി ഭക്ഷണം എടുക്കാൻ പോയമ്മ. അതെയോ? എന്നാ മക്കൾ അകത്ത് കയറി വാ, ഭക്ഷണം കഴിക്കാം. അമ്മ. ബദ്രി അളിയ കയറി വാ. ആടാ ഞാൻ ദാ വരുന്നു. മുത്തശ്ശി. ശിവ കുഞ്ഞെ, ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശി? എനിക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ കാണാത്തതിന്റെ ഒരു വിഷമം മാത്രം ഉണ്ടായിരുന്നു. അതിപ്പോ അതാ തീർന്നു. ഇനി ഞാൻ നിന്നെ ഇപ്പോഴൊന്നും വിടില്ല. വിടണ്ട, 3 മാസം ഞാൻ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇനി നീ കല്യാണം കഴിച്ചിട്ട് പോയാ മതി. ആഹാ, പറയുമ്പോ എനിക്ക് വേണ്ടി പെണ്ണിനെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ടോ? എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. എന്താണ് ശിവാനി? അമ്മ, നമുക്ക് ഇപ്പൊ ഏട്ടനെ പെണ്ണ് കാണിച്ചാലോ? അങ്ങനെ ചെയ്യാലോ. എടാ നീ ഇവിടെ വന്നിരുന്നേ, ഞങ്ങൾ ഇപ്പൊ പെണ്ണിനെ വിളിക്കാൻ ചായയായിട്ട്. അമ്മ ശിവാനി, മുത്തശ്ശി ഇതിവിടെ എന്താ നടക്കുന്നേ? അതൊക്കെ ഞങ്ങൾ പറയാം. നീ ഇവിടെ ഇരിക്കേ മോനെ, മോനും ഇരിക്കേ. എന്നിട്ട് ശിവാനി മോള് പോയിട്ട് ഗൗരീനെ റെഡിയാക്കി കൊണ്ടുപോവാ. അപ്പൊ ഇതിനും ഞങ്ങൾ ഇവരോട് സംസാരിച്ചിരിക്കാം. ശരി അമ്മ. അമ്മ ആരീ ഗൗരി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഒരു ഭാഗ്യം, സ്വന്തം കൂട്ടുകാരുടെ പെണ്ണുകാളിൽ നേരിട്ട് കാണാൻ പറ്റിയല്ലോ. എടൊന്നും മിണ്ടാണ്ടിരിക്കെ. അമ്മ മുത്തശ്ശി ഒന്ന് പറ, ആരീ ഗൗരി? നിനക്ക് ശങ്കരമാമേനെ ഓർമ്മയില്ലേ, നമ്മുടെ ഇവിടുത്തെ കാര്യസ്ഥൻ? ഉണ്ട്. അവരുടെ കൂടെ എപ്പോഴും കൈപ്പിടിച്ച് ഒരു ചെടുങ്ങ് മണി ഇങ്ങോട്ട് വരാറില്ലേ? നിന്നോടൊക്കെ കളിക്കാൻ വേണ്ടി കൂട്ടുകൂടാനായിട്ട് ചെറിയ നാളുള്ള ഒരു പെൺകുട്ടി. ഓർക്കുന്നുണ്ട്. അവളിപ്പോ വളർന്ന് 24 വയസ്സുള്ള വലിയ പെൺകുട്ടിയായി. അവളെ തന്നെ നിനക്ക് ആലോചിക്കാന്ന് മുത്തശ്ശി ഞാനും തീരുമാനിച്ചു. എനിക്ക് അവളെ മരുമോളായിട്ട് മതിയിടാ. പക്ഷേ ഗൗരിയേച്ചി റെഡി. അമ്മ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നീ പോയി സംസാരിച്ചോ, അതാണല്ലോ ചടങ്ങ്. മോളെ ഗൗരി ചെല്ല്. അമ്മ. ശിവാനി ചേച്ചി വലിച്ചങ്ങടേറി, അപ്പഴേ മാങ്ങ നിലത്ത് വീഴൂ. ഓക്കേടാ. എന്റെ തല, ഈശ്വരാ. അയ്യോ അയ്യോ, ഞങ്ങൾ നമുക്ക് പോവാം. വാനരന്മാരെ എന്നെ ഒറ്റയ്ക്കാക്കി ഓടല്ലേടാ പ്ലീസ്. ഇങ്ങോട്ട് വന്ന നീ. സോറി, ഞാൻ
ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ മാങ്ങ നോക്കി ഉന്നെ വെച്ചത്. എന്നിട്ട് എന്റെ തലമണ്ടകളോടി അടിച്ചു പൊട്ടിച്ചത്. ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല. എന്റെ പൊന്നു മോളെ, ആ വേദന ഞാൻ മറന്നു. പക്ഷേ വന്നപ്പോ ഒരു മൈൻഡെങ്കിലും വെക്കാം. നീ എന്താ എന്നൊന്നും നോക്കാത്തത്? അത് എനിക്ക് നാണം വന്നിട്ടാ. നാണോ? എന്തിന്? ആദ്യമായിട്ടല്ലേ ഞാൻ നിങ്ങളെങ്ങനെ നേരിട്ട് കാണുന്നത്, അതിന്റെ ഒരു നാണം. അത് പറഞ്ഞത് ശരിയാ. കത്തിലൂടെ മാത്രല്ലേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഭദ്രേ, ആ ശിവ, ഡാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നിലനിന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് നീ മാത്രം. അത് ശരിയാണ്, എനിക്കും അങ്ങനെ തന്നെ. അപ്പോ എനിക്ക് നിന്നെ അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാനൊന്നും പറ്റൂലല്ലോ. പറ്റൂല. അതുകൊണ്ട് എനിക്കറിയാം നിനക്ക് കുടുംബക്കാരില്ല, നീ ഓർഫണാണ്. പക്ഷേ ഒന്നോർക്കുമ്പോ എനിക്കെന്തോ നിന്നെ വിട്ടുകളയാനും തോന്നുന്നില്ല. നിനക്കെന്റെ അളിയനായിട്ട് വന്നൂടേടാ. എന്ന് വെച്ചാ ദാ ഈ ഫോട്ടോ ഉണ്ടോ? ഇതെന്റെ പെങ്ങളാ. ഇപ്പൊ വലിയ കുട്ടിയെ കാണും. അന്ന് വരുമ്പോ കുഞ്ഞായിരുന്നു. ഇപ്പൊ നല്ല സുന്ദരിയായിട്ടുണ്ടാവൂടാ. ഞാൻ അവളെ പെണ്ണാലോചിക്കാന്ന് വിചാരിച്ചു. നിനക്കെന്റെ പെങ്ങളെ കല്യാണം കഴിച്ചൂടെ? നീ ആര്, ബ്രോക്കറാ? അല്ലടാ, ഈ സുഹൃത്ത് ബന്ധം എന്നും നിലനിൽക്കണം. അതിനുവേണ്ടി മാത്രമാണ്. അപ്പോ അവളുടെ ഇഷ്ടങ്ങളൊന്നും അറിയണ്ടേടാ. അവൾക്ക് നിന്നെ ഇഷ്ടാവൂടാ. കാരണം എൻ്റെ കത്തുകളിൽ ഭൂരിപക്ഷവും ഞാൻ നിന്നെക്കുറിച്ച് എഴുതാറുണ്ട്. അതവള് വായിക്കാറുണ്ടാവും. അവൾക്ക് നിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള യാതൊരു കാരണവും ഇല്ല. പിന്നെ അവളുടെ ഇഷ്ടം അറിയാൻ കൂടി നീ അവൾക്കായി ഒരു കത്തെഴുത്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാവ്. അതിനുശേഷം പ്രണയിച്ചു തുടങ്ങ്. കത്തിലൂടെ പ്രണയിക്കുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെയാടാ. ഞാൻ നോക്കാം. എന്താ നോക്കുന്നേ? അല്ല, ആ കത്തുകൾ എഴുതിയത് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് ഓർക്കാനേ വയ്യ. എനിക്കും ഇത്രയും സുന്ദരനാന്ന് ഞാനും കരുതിയില്ല. ശിവേട്ട, എന്തെങ്കിലും പറയോ? ഗൗരി, ഞാൻ ആരാണെന്നറിയോ? ഞാൻ എന്താ അവിടെ ചെയ്യുന്നതെന്നറിയോ? അറിയാം, പട്ടാളക്കാരൻ മാത്രമാണോ? ഈ രാജ്യത്തിന്റെ കാവൽക്കാരൻ കൂടിയല്ലേ. എന്ന് വെച്ചാ എപ്പോ വെള്ളം മരണം കാത്തിരിക്കുന്ന ഒരാളാണ്. എങ്ങാനും ഞാൻ നാളെ മരിച്ചുപോയാ നീ ഒറ്റയ്ക്കാവില്ലേ? അതൊന്നും നീ ഓർത്തില്ലേ? എന്നെ കല്യാണം കഴിച്ചാൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇതേപോലെ ശിവേട്ടന്റെ അമ്മ ആലോചിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ശിവേട്ടൻ ഈ ലോകത്തുണ്ടാവുമായിരുന്നോ? ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നേ ഞാൻ മരിച്ചാലോ? ഒന്നും നമ്മൾക്ക് നേരത്തെ കൂട്ടി ചിന്തിച്ച് വെക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ ജീവിക്കും, ശിവേട്ടന് ഒന്നും വരില്ല. ഈ ഗൗരി പ്രാർത്ഥിക്കുന്ന മഹാദേവൻ സത്യമാണെങ്കിൽ നിങ്ങൾ ജീവനോടെ തന്നെ ഇരിക്കും. ഈ ഗൗരിയുടെ ഭർത്താവായി നിങ്ങൾ എന്നും കൂടെ ഉണ്ടാവും. ഗൗരി, അവസാനം നീ എന്നെ വിവാഹം ചെയ്തത് വലിയൊരു തെറ്റായെന്ന് മാത്രം നീ കരുതാൻ പാടില്ല. ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. ഗൗരി, എന്ന് നമുക്ക് അകത്തോട്ട് ചെല്ലാം. ആ ശിവേട്ട, സംസാരിച്ചോ രണ്ടുപേരും? ആ അമ്മ, പക്ഷേ എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണം. ആ, നീ എത്ര വേണമെങ്കിലും എടുത്തോ. പക്ഷേ പോകുന്നതിന് മുമ്പ് കല്യാണം കഴിക്കണം. അത് ഞാൻ ഏറ്റു. എന്നാ നീ നിന്റെ കൂട്ടാനും കൂട്ടി അകത്തേക്ക് വാ, ഭക്ഷണം കഴിക്കാം. ഗൗരി ഉണ്ടാക്കിയതാ. ആ അമ്മ. ഓ, അപ്പൊ അതായിരുന്നു ആ കത്തിന് മറുപടി ഇല്ലാണ്ടിരുന്നത്? അതെ. ഞങ്ങൾക്ക് എപ്പോഴും ഒരേ യുദ്ധത്തിന് പോകാൻ പറ്റില്ല. ചില സമയത്ത് ശിവ വേറെ സ്ഥലത്തും ഞാൻ വേറെ സ്ഥലത്താവും. ആഹാ, രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നോ? നോക്ക്, എനിക്ക് നിങ്ങൾ തമ്മിൽ ബന്ധമുള്ളൂന്ന് അറിയുള്ളൂ. ഇവിടെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് രണ്ടുപേരും അത്യാവശ്യം ഹൈഡ് ചെയ്ത് നിൽക്ക്. അല്ലടാ, ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ നേരിട്ട് കാണുന്നേ. അപ്പോ അതിൻ്റെതായ ഒരു ക്യൂരിയോസിറ്റി. ഓ, എന്നാ വാരാണ്ടാണ് അകത്തേക്ക്. ഭക്ഷണം കഴിച്ചിട്ടാവാൻ ബാക്കി. എനിക്ക് വിശന്നിട്ടുമല്ല, ഞാൻ പോട്ടെ. ശിവാനി മോളെ, മോൾക്ക് ബദ്രിന് ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടായി ഏട്ടാ. അത് കേട്ടാ മതി. പോണേക്കാളും മുമ്പ് നിങ്ങളുടെ കാര്യം പറഞ്ഞ് ഏട്ടൻ സെറ്റാക്കിക്കോളാം. താങ്ക് യു സോ മച്ച് ഏട്ടാ. മതി, വാ ഭക്ഷണം കഴിക്കാം. ഏട്ടാ. എൻ്റെ അമ്മേ, അവിടെ റൊട്ടിയും ചായയും കഴിച്ച് മടുത്ത്.
ഇപ്പോഴാണ് സത്യം പറഞ്ഞ നാവിൽ രുചി എന്ന് പറഞ്ഞ സാധനം കയറിയത്. എന്നാ ഒരു ടേസ്റ്റാന്നേ. അമ്മയുടേതൊരു വല്ലാത്ത കൈപ്പുണ്യ. അയ്യോ, ഞാൻ ഉണ്ടാക്കിയതല്ല, ഗൗരിമോളുണ്ടാക്കിയതാ. അമ്മേ, ഗൗരി ഇത്ര നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കോ? ആ, ഉണ്ടാക്കും. അതിന് ഇവൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലല്ലോ ഇത്. അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ അവൾ പാചകം തുടങ്ങിയതാ. അവളുടെ അമ്മ അവൾക്ക് 8 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. ഓ, എന്നാലും എന്താ, ഗൗരി ഒറ്റയ്ക്ക് വളരാൻ പഠിച്ചില്ലേ? അതെ. അല്ല, ഞാൻ മോനോട് നേരത്തെ ചോദിച്ചത് വീട്ടിൽ ആരൊക്കെ ഉണ്ടടാ? അതമ്മ, അമ്മയ്ക്ക് വേറൊന്നും ചോദിക്കാനില്ല അമ്മ. പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഏയ്, നിങ്ങൾ രണ്ടുപേരും തുടങ്ങണ്ട, ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാ? ഞാനൊരു അനാഥനാണ് അമ്മ. എനിക്കങ്ങനെ സ്വന്തം ബന്ധമൊന്നുമില്ല. ഒറ്റയ്ക്ക് വളർന്നതാ. പിന്നെ എപ്പോഴോ രാജ്യത്തിന് വേണ്ടി ജീവിക്കണമെന്ന് തോന്നി. അങ്ങനെ പട്ടാളത്തിൽ പോയി. അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായത് അവിടേക്കാളും നല്ലത് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാന്ന്. അയ്യോ, അമ്മയ്ക്ക് അത് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ സാരില്ല, ഇപ്പൊ നോക്കി, മോൻ അമ്മയായിട്ട് ഞാനില്ലേ. നീ ഒരു മുത്തശ്ശിയുണ്ട്, പിന്നെ സഹോദരനായിട്ട് എൻ്റെ മോനുണ്ട്, പിന്നെ ഒരു സഹോദരിയുണ്ട്. ഓ, സഹോദരി ആക്കണ്ടായിരുന്നു. അമ്മ കുറച്ച് വെള്ളം കൊടുക്കവര്. ഓ, അപ്പൊ നീ എന്നെ വെള്ളം കുടിപ്പിക്കാല്ലേ ചെറുതായിട്ട്. ഗൗരി കുട്ടിയെ, ആ മുത്തശ്ശി, മോള് നാളെ അമ്പലത്തിൽ പോകുന്നില്ലേ? ഉണ്ട്. ആ, ശിവൻകുട്ടിയെ, നാളെ ഗൗരി അമ്പലത്തിൽ പോകുമ്പോ നീയും നിന്റെ കൂട്ടുകാരനും പിന്നെ ശിവായനും കൂട്ടി അമ്പലത്തിൽ പോക്കോ. കുറെ ആയിരം അമ്പലത്തിൽ പോയിട്ട്. ആ മുത്തശ്ശി. ശിവാനി, നീ ഗൗരിയും കൂട്ടി വീട്ടിൽ പോക്കോ. ഞാനും ബദ്രിയും ഒരു സുഹൃത്തിനെ കണ്ടിട്ട് വരാം. ആ ഏട്ടാ. ഗൗരിയേച്ചി, നമുക്ക് പോവാം. ആടാ. ശിവ. ഹായ് അപ്പു. എടാ, നീ ചത്തില്ലേ? ഓ, സാധനം കൊല്ലാൻ നോക്കുക നീ. പിന്നല്ലാതെ 10 വർഷമായിട്ട് നിന്നെ കാണണ്ടായപ്പോ ഞാൻ കരുതി നീ ചത്തുപോയി കാണുന്ന. എന്നാ ഒരു സ്നേഹാടാ നിനക്ക്. എനിക്കിത്തിരി കൂടുതലല്ലെങ്കിലേ ഉള്ളൂ. നീ അകത്തേക്ക് കയറുന്നേ. അല്ല, ഇവനേതാണ്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്നുവെച്ചാ ഈ സോൾമേറ്റ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരാള്. ഓ, 10 വർഷം മുന്നേ നീ ഇവിടുന്ന് പോയില്ലായിരുന്നെങ്കിൽ ഞാനായിരുന്നേനെ ഈ സ്ഥാനത്ത്. പക്ഷേ ഞാനായല്ലോ, അതുകൊണ്ട് സാരില്ല അളിയാ. നിന്നെ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ലട്ടാ. ഓ, എനിക്കിപ്പോ പിടിച്ച പോലെയാണ്. എനിക്കും പിടിച്ചില്ല. അയ്യയ്യേ, കുഞ്ഞുകിടാങ്ങളുടെ പോലെ. എടാ, നീ ചായക്കെതിലെടുത്തേ വിശക്കണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ബ്രെഡും ജാമുണ്ട്, അത് കഴിച്ചാൽ മതി. അപ്പൊ നിന്റെ അമ്മ എന്തേടാ? അമ്മ വല്യമ്മയുടെ വീട്ടിൽ പോയി. ഓ ശേ. അല്ല, ഇപ്പൊ നീ എന്താണ്? ഞാനൊരു ഡോക്ടറാണ്. അമ്മേ, വലിയ നിലയിലൊക്കെ എത്തിയില്ല. അപ്പൊ നീ എന്താ കരുതിയേ ഞാൻ ഒന്നും ആവില്ലെന്നു? ഞാനായിടാ, ഞാനായി. ഓ, ഇവൻ. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോണില്ലേ? പോണം, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി. പിന്നെ എങ്ങനെ, കല്യാണമൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഓഹോ, ഞാൻ കരുതി കല്യാണം കഴിച്ച് കാണുന്നു. കഴിക്കണോടാ, അവളുടെ പഠിപ്പ് കഴിഞ്ഞാവാന്ന് കരുതി. ആ, അത് വളരെ നല്ലൊരു തീരുമാനമാണ്. അപ്പു ഏട്ടാ. ഓ, ഈ വയറുവേദന ഉള്ളപ്പോ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് വരണ്ടാന്ന്. ഓ, പായസം കൊണ്ടുതരാൻ വന്നതാ. ഞാൻ ഇപ്പൊ പോവും. അല്ല, ഇതാരാ? ഇതാണ് എന്റെ ഭാവി ഭാര്യ സീത. സീത, ഇതാണ് നിന്റെ ഗൗരിയുടെ പ്രാണനാഥൻ അഥവാ ശിവേട്ടൻ. ശിവേട്ടൻ ഇതെപ്പോ വന്നു? ഇന്നലെ വന്നടി. ഓ, ഞാൻ സാധാരണ അമ്പലത്തിൽ പോകാറുള്ളതാ ഗൗരിയുടെ ഒപ്പം. പക്ഷേ ഇന്ന് പോവാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ മുന്നേ അറിയായിരുന്നു. പിന്നെ ഇതാരാ? അവന്റെ ഫ്രണ്ട്. അതെ,
അപ്പോ ഇത് ഇവിടെയും പാട്ടായോ? എന്ത്? അല്ല, ഞാനും ഗൗരിയും. ഓ, അത് പാട്ടായിട്ട് വർഷങ്ങളായല്ലോ. എന്താ? ഓ അപ്പേട്ടാ, നിങ്ങളെ ഞാൻ കൊല്ലും. അയ്യോ, ഐം സോറി. എന്താ നിങ്ങൾ പറയുന്നത്? വർഷമോ? അതിന് എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. നന്നായിട്ട് സീതയ്ക്ക് അറിയാം, അവള് പറഞ്ഞു തരും. ഓ അപ്പേട്ടാ. സീത പ്ലീസ് പറയൂ, എന്താണ്? അത് ശിവേട്ടാ, അവൾക്ക് പേടിയായിരുന്നു അന്ന് തുറന്നു പറയാൻ. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെ ആ ശിവന്റെ അമ്പലത്തിൽ ശിവേട്ടന്റെ പേരിൽ പുഷ്പാഞ്ജലി കൊടുക്കും. ദീർഘായുസ് കിട്ടാൻ നിരന്തരം പ്രാർത്ഥിക്കും. ഇടയ്ക്ക് വ്രതമെടുക്കും. മാത്രമല്ല, അവൾ അവളുടെ ജീവിതം വരെ നിങ്ങൾക്ക് അർപ്പിച്ച് ജീവിക്കുകയാണ്. ബദ്രി, പോവാം. ആടാ. പണിയാവോ? നിങ്ങൾ എന്തിനാ മനുഷ്യ അങ്ങനെ പറഞ്ഞത്? അപ്പൊ പെട്ടെന്ന് അറിയാതെ. മിണ്ടണ്ട, പോ അവിടുന്ന്. ഷോ, എനിക്ക് നിന്റെ കേടായിരുന്നു. അമ്മ, ഗൗരി എന്തേ? ആ മോനെ, അവള് ചിക്കൻ വാങ്ങാൻ പോയി. ഓ. ആ പിന്നെ എടാ, ആ വലിയ ഉരുളി മുകളിലുണ്ട്, നീ പോയൊന്ന് എടുത്തുകൊണ്ട് വാ. അതില് ചിക്കൻ കറി വെക്കാൻ സൗകര്യമുണ്ട്. ആ, ഇപ്പൊ കൊണ്ടുവരാം. ഡാ, നീ അവിടെ പോയിരുന്നോ? ആടാ. എന്തത്? എന്റെ പടം? ഈ ബുക്ക് ആരുടെയാ? ഇന്ന് ശിവേട്ടൻ പോയിട്ട് 2 വർഷം കഴിഞ്ഞു. ഒരു വിവരവും ഇതുവരെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ശിവേട്ടന്റെ കത്ത് വന്നു. ശിവാനി പറഞ്ഞു ശിവേട്ടന് കുഴപ്പമൊന്നുമില്ലെന്ന്. എൻ്റെ മഹാദേവ കാത്തോളനെ. എല്ലാവരുടെയും സമ്മതത്തോടെ ആ മനുഷ്യൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീഴണം. അന്നു മുതൽ എൻ്റെ അവസാന ശ്വാസം വരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും എന്നെ ഭാര്യ എന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണം. ശിവേട്ടനിപ്പോൾ മാറിക്കാണുമോ? അവിടെ ആരെങ്കിലുമായി സ്നേഹത്തിലായി കാണുമോ? ഇന്ന് വല്ലാത്തൊരു സങ്കടം. 8 വർഷം എങ്ങനെ ശിവേട്ടൻ ഞാൻ കഴിച്ചു തീർത്തെന്ന് നിങ്ങൾക്കറിയോ? വേഗം വാ, നിങ്ങളെ കാത്ത് ഒരു പെണ്ണിരിപ്പുണ്ട്. ഇന്ന് ശിവേട്ടൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. ജീവൻ കൊടുത്തു ഒരുപാട് പാവങ്ങളെ സംരക്ഷിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മകനാണ് എൻ്റെ ശിവേട്ടൻ. തൻ്റെ അച്ഛൻ്റെ പാത മാത്രം പിന്തുടർന്നു പോകുമെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്നും വരുത്താതെ എൻ്റെ ശിവേട്ടനെ കാക്കണേ ദൈവമേ. അമ്മേ, ഞാൻ വേപ്പില പൊട്ടിച്ചിട്ട് വരാം. ആ മോളെ. ഹാ ശിവേട്ടാ. അടിയേ മനവി. എന്താ? എന്താ ഇതിൻ്റെ ഒക്കെ അർത്ഥം? ശിവേട്ട, ഞാനത് എന്തിനെല്ലാം മറച്ചു വെച്ചത് നീ? പേടിയായിട്ടാ. മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. നിങ്ങളുടെ കണ്ണുകൾക്ക് പോലും വല്ലാത്തൊരു കാന്തിക ശക്തിയായിരുന്നു. അതിനെ തരണം ചെയ്ത് എങ്ങനെ ഞാൻ പറയാനാ? അമ്മ. ആ ശിവ. ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം നടത്താം. ശരിക്കും? ആ അതെ. ശിവേട്ടാ. വാതോരാതെ എൻ്റെ വായിൽ നിന്നും ഭാര്യയെ എന്ന് വിളി നിനക്ക് കേൾക്കണ്ടേ? മനവി എന്നാൽ ഭാര്യ എന്നർത്ഥം. അപ്പോ അടിയ മനവി എന്നാൽ എടി ഭാര്യ എന്ന്. தமிழ் வாழ்க வாழ்க வீரா சோழம் வாழ்க நற்றமிழ் வாழ்க வாழ்க நல்லோர் தேசம் வாழ்க தமிழ் வாழ்க வாழ்க வீரா சோழம் வாழ்க நற்றமிழ் வாழ்க வாழ்க நல்லோர் தேசம் வாழ்க வீரா விரலி